ഞാനാണല്ലോ കേരളം ഭരിക്കുന്നത്. ഞാനാണല്ലോ ആരോഗ്യരംഗത്ത് ഈ സ്ഥിതിയിലാക്കി. ഞാനാണല്ലോ കേരളത്തെ ഈ സ്ഥിതിയിലാക്കി. കേരളത്തിനെ ഈ ശരിയാക്കി തന്ന ഞാനാണല്ലോ. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. ഇന്നലെ ആയിരുന്നു ഈ പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സംസ്ഥാനത്തെമ്പാടും ഉണ്ടായിരുന്നത്. നിരവധി മരണങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനിടയിലാണ് മുഖ്യമന്ത്രി മലപ്പുറം ജില്ലയിൽ വിവിധ പരിപാടികളുടെ ഭാഗമായി പ്രചരണം നടത്തുകയും ചെയ്തത്. അല്പസ്വല്പം കോഴി ബിരിയാണി കഴിക്കുന്നത് വർഗീയതയാണോ എന്ന് ഞാൻ വെല്ലുവിളിക്കാൻ. മനുഷ്യർ കൈക്കുഞ്ഞുങ്ങളടക്കം പ്രാണൻ വാരിപ്പിടിച്ച് പെരുവഴി ആധാരം എന്ന ഗതികെട്ട ദുരന്തകാല ചിത്രത്തോട് ചേർത്തു വെക്കാവതല്ല. ആവോല് പൊരിച്ചടക്കം നിറഞ്ഞ തീന്മേശാ ദൃശ്യങ്ങൾ അവിടെയാണ് പ്രശ്നം. കഴിഞ്ഞ പ്രാവശ്യം 2018 വെള്ളപ്പൊക്കത്തിൽ ഞാൻ ഒത്തിരി പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും നമ്മുടെ കൂടെ സഹകരിച്ചെന്ന് പറഞ്ഞാൽ NDRFന്റെ കൂടെ തന്നെ കട്ടയ്ക്ക് നമ്മളുണ്ടായിരുന്നു. പക്ഷേ ഈ നേരം വരെ ഒരൊറ്റ ഒരാളെ പോലും നമ്മൾ കണ്ടില്ല എന്നുള്ളതാണ്. സാറെന്താ ഇതിനകത്ത് കണ്ടൂടെ? ഞാൻ അഭയ കേസിന്റെ ഫയല് തപ്പുകയായിരുന്നു. വാക്കിലും പ്രവൃത്തിയിലും ആദ്യം പിടിച്ച മനുഷ്യർക്കൊപ്പം നാടിന്റെ നേതാവ് കട്ടയ്ക്ക് നിൽക്കുന്ന സമയത്ത് ആ ചിത്രം പുറത്തേക്കെത്തൽ ഔചിത്യ പ്രശ്നമാണ്. മുഖ്യമന്ത്രിക്ക് അത് മനസ്സിലാവുന്നില്ലെങ്കിൽ അതിനേക്കാൾ പ്രശ്നമാണ്. നമ്മൾ എന്ത് ചെയ്യാനാ? എന്ത് സൗകര്യങ്ങളാണ്, എന്തുവാ, എന്തിനാ? അന്ന് 2018 മുഖ്യമന്ത്രി നിരാഹാരമെന്ന് ഞാൻ അറിഞ്ഞില്ല, ആഹാരം കഴിച്ചത് അപരാധമെങ്കിൽ മാപ്പ് എന്ന പരിഹാസം ആ മനുഷ്യരെ കളിയാക്കലാണ്. CMA ഒഡാസിറ്റിയാണ്, ഇൻസെൻസിറ്റിവിറ്റി. ഭാര്യാപിതാവിനെ കാണാനടക്കം സകല സ്വകാര്യ പരിപാടിയും പൂർത്തിയാക്കിയിട്ടെങ്കിലും ആ ഹെലികോപ്റ്റർ റാന്നിയിലെയോ കോട്ടയത്തോ ഒരു ക്യാമ്പിൽ മുഖ്യമന്ത്രി എത്തിയിട്ടില്ല. അതിന് നീ ഇതൊന്നും അറിയുന്നില്ലേ? നമ്മുടെ നാട്ടിലൊരു ദുരന്തം നടക്കുമ്പോൾ കുറച്ചുകൂടെ ഉത്തരവാദിത്തം കാണിക്കണം. കേരളത്തിലെ പല ക്യാമ്പുകളിലും അവശ്യ സാധനങ്ങളില്ല. സ്വർണ്ണക്കട ഉദ്ഘാടനത്തിന് കത്രിക പിടിച്ചു നിൽക്കുന്ന ചിത്രത്തിൽ എന്തിനായിരുന്നു എന്ത് കാര്യം? അതൊന്നും അല്ല ഇപ്പോഴത്തെ ആനക്കാര്യം. ആയിരക്കണക്കിന് 10,000-കണക്കിന് മനുഷ്യർ ഈ നിമിഷവും ആ പെരുമഴപ്പെയ്ത്തിൽ ഹെല്ലോ ഫയർ നരകയാതനയാണ്. ഒക്കെ ശരിയാവും. ഊണ് കുറച്ച് കൂടുതലായിപ്പോയി. നാരായണയുടെ കൈപ്പുണ്യം ചതിച്ചു. ഇനി ഒന്ന് മയങ്ങണം. എന്തോ ഗവൺമെന്റ് ഞങ്ങൾ ഉണ്ടായിട്ടല്ലേ ഇവര് കേറി പോന്നു. ഇനി ഞങ്ങൾ കണ്ടോ ഇതിനെക്കാട്ടി എന്ത് ഡീസന്റ് ആയിരുന്നു വിജയൻ. ചോദ്യമൊന്നുമില്ല, ന്യായീകരിച്ചോളൂ. മുഖ്യമന്ത്രി ഇപ്പോ ആ പട്ടിണി കിടക്കണമെന്ന് ഇവർ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഉച്ചഭക്ഷണം കഴിച്ചൊരു ചിത്രം എടുത്താണ് ഇതൊക്കെ. പിന്നെ അനുഭവിച്ചോട്ടോ. ആറന്മുള നീർവിളാകത്ത് ക്യാമ്പിൽ കഴിയുന്നവർ ദുരിതത്തിലാണെന്നും സർക്കാരിന് ഒരു സഹായവും ലഭിക്കുന്നില്ലെന്ന് തുറന്നടിച്ച പ്രാദേശിക കോൺഗ്രസ് നേതാവ്. സർക്കാർ തിരിഞ്ഞു നോക്കിയില്ലെന്ന് കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് തന്നെ പറഞ്ഞു. നീർവാളകത്ത് സ്ഥലം പറയാം. രാവിലെ ബൂത്ത് പ്രസിഡന്റിന്റെ വീട്ടിൽ പോയല്ലേ? ബൂത്ത് പ്രസിഡന്റ് വീഡിയോ ഇട്ടതാണ്. അങ്ങനെ പരിഹസിക്കാതെ അതിന് മറുപടി പറഞ്ഞില്ല. ഞങ്ങളൊക്കെ ഇതിനേക്കാൾ വലിയ ഫ്ലഡ്, കേരളത്തിലെ ഏറ്റവും വലിയ ഫ്ലഡ് കണ്ടവനാ ഞാൻ. എന്താ സംഭവിച്ചെന്ന് ഞാൻ തന്നെ പറയാം. ക്യാമ്പിലേക്ക് മാത്രം മതി. ഇവിടെ ബാക്കിയുള്ള ജീവനുകൾ വേറെ ഉണ്ട്. അല്ല, ഈ ക്യാമ്പിലേക്ക് മാത്രം കൊടുക്കാനൊക്കെ ഗവൺമെന്റ് ഓർഡറുള്ള എല്ലാവരും വീട്ടിലെത്തിക്കണ്ട. വീടുകൾക്കേ ഉള്ളത്. എന്തെങ്കിലും ചെയ്യണോ? എന്തെങ്കിലും ചെയ്യണോ? MLA നേരത്തെ എന്താ പറഞ്ഞു? നീ പോടാന്നല്ലേ പറഞ്ഞു. ആ പറഞ്ഞോ നീ പോടാന്നല്ലേ പറഞ്ഞത്. MLA പറഞ്ഞോ? ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് താങ്കൾ ഹൈലൈറ്റ് സ്വകാര്യമായ കോഫി ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ പോയിട്ടുണ്ട്. അതിന്റെ തൊട്ടടുത്താണ് 5 പേര് മരിച്ച വണ്ടൂര്. അവിടേക്ക് താങ്കളൊന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആ പ്രദേശത്ത് മലപ്പുറം ജില്ലയിൽ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു വെള്ളിയാഴ്ച 5 പേര് ദുരന്തത്തിൽ മരിച്ച പ്രദേശത്ത് പോകാതെ താങ്കൾ അതിന്റെ അരികിലൂടെ തന്നെയാണ് താങ്കൾ പോയിട്ടുള്ളത്. കൈപ്പൂർ വിമാനത്തോടെ അവിടെ നിങ്ങൾക്ക് ഇറക്കി ആ വണ്ടൂർ പോയി ആ കുടുംബത്തെ നിങ്ങൾ കാണാമായിരുന്നു. അങ്ങ് ഇവിടെ വന്നിരുന്ന പ്രസംഗിക്ക് വേറെ ഏതെങ്കിലും ചോദ്യം പറയാം.